പോലീസുമായുള്ള വാക്കുതർക്കമുണ്ടാകുന്നു. ഈ വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിക്കുന്നു. അതുമാത്രമല്ല, അവർക്ക് അവധി ദിവസങ്ങളിൽ പോലും അവധി നൽകുന്നില്ല. അവരെ കൊണ്ട് മറ്റ് ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട്. അനാവശ്യമായുള്ള പീഡനം, അതുപോലെ തന്നെ അനധികൃതമായ ഫീസൊക്കെ. അനുജ, ഇപ്പോഴും ഈ സംഘർഷം തുടരുകയാണ്. സംഘർഷമാണ്. SFI പ്രവർത്തനം, മർദ്ദനമേറ്റ SFI പ്രവർത്തനം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിക്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അനുജ, ഇപ്പോൾ ഈ പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. തലയ്ക്ക് ലാത്തി കൊണ്ട് മർദ്ദിച്ചു എന്നാണ് SFI പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇപ്പോഴും അവിടെ നിന്ന്, അതായത് ഈ ആശുപത്രി കോമ്പൗണ്ടിന് മുന്നിൽ ആശുപത്രിക്കുള്ളിലേക്ക് പ്രവർത്തകർ സംഘടിച്ച് കടക്കാൻ ശ്രമിക്കുന്നു. പോലീസുമായുള്ള വാക്കുതർക്കമുണ്ടാകുന്നു. പോലീസ് ഈ പ്രവർത്തകരെ മർദ്ദിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായാണ് ഇവർ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ സമാധാനപരമായി നടന്ന സമരം പിന്നീട് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മറ്റൊരു ഗേറ്റിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അനുജ, ഇതിൽ ഈ വിഷയത്തിൽ മാനേജ്മെന്റിന്റെ നിലപാട് എന്താണ്? വാർഡനെതിരെ ഗുരുതരമായ കാര്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഈ കുട്ടിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് ആശുപത്രിയിൽ പോയി അതിനുശേഷവും ഒക്കെ മാനസികമായി പീഡിപ്പിക്കുകയാണ് വാർഡൻ എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. ഭക്ഷണം നൽകാൻ തയ്യാറാകുന്നില്ല, വഴക്ക് പറയുന്നു, ആ തരത്തിലേക്ക്. അപ്പോൾ മാനേജ്മെന്റിന്റെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? അനുജ, ഈ വാർഡനെതിരെ നടപടി സ്വീകരിക്കാൻ ആശുപത്രി മാനേജ്മെന്റ് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇപ്പോൾ SFI പ്രവർത്തകർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. നമ്മുടെ സഖാക്കളെ മാറ്റും. ആശുപത്രി വഴി ബ്ലോക്ക് ചെയ്യാണ്ട് പിരിഞ്ഞു പോകണം. അനുജ, ഇത് തന്നെയാണ് ഇപ്പോൾ DYSP പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ആശുപത്രിയുടെ വഴി അത് തടസ്സപ്പെടുത്താതെ പ്രവർത്തകർ പിരിഞ്ഞു പോകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ സമരം, പ്രവർത്തകർ ഇവിടെ മുഴുവൻ പിരിഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും സമരം ഇവിടെ നടക്കുകയാണ്. ആശുപത്രി മാനേജ്മെന്റുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. ആശുപത്രി MD C ശംസുദ്ദീൻ അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഹോസ്റ്റൽ വാർഡിനെതിരെ മുൻപ് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇക്കാര്യമൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും ഇപ്പോൾ നിലവിൽ ആശുപത്രി ആഭ്യന്തരമായൊരു അന്വേഷണം നടത്തുന്നുണ്ടെന്ന് ആശുപത്രി MD വ്യക്തമാക്കിയത്. പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇന്ന് പുറത്തു വന്നിട്ടില്ല. ഇന്നിപ്പോൾ വൈകിട്ട് 3 മണിയോടുകൂടി വിദ്യാർത്ഥി പ്രതിനിധികളും പോലീസും തമ്മിലൊരു ചർച്ചയുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം ഈ കൂടുതൽ സമരങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചുള്ള തീരുമാനമുണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അനുജ, ഇപ്പോൾ ഈ സമരക്കാർ എന്താണ് ചെയ്യുന്നത്? അവരോട് ആശുപത്രിയുടെ വഴി മുടക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സാധാരണക്കാരായ ആളുകൾ, രോഗികളൊക്കെ എത്തുന്ന വഴി മുടക്കരുത് എന്നുള്ളത്, വഴി മുടക്കിയുള്ള സമരം അത് ശരിയുമല്ല. ഏത് തരത്തിലേക്ക് ഇവർ സമരം തുടരുകയാണ് അരുൺ? അനുജ, ഇപ്പോൾ ഈ മർദ്ദനമേറ്റ പ്രവർത്തകരെ അവർ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസിന്റെ മർദ്ദനം ഏറ്റ ഒരു പ്രവർത്തകന്റെ. ഒരു പ്രശ്നമാകൂല, ഇവിടെ ഇരിക്കാൻ വേണ്ടി നമ്മൾ പ്രതിഷേധിക്കാൻ വേണ്ടി ഒരു സംശയമുണ്ടോ? ഈ ഒരു വിഷയം നടന്നിട്ട് ഇത്രയും സമയമായിട്ട് FIR പോലും ഇല്ല. തലക്കടിക്കാനാ പോലീസ് ചെയ്തു. ഞങ്ങളിപ്പോൾ നിങ്ങളുടെ നെയിം ബോർഡ് പൊട്ടിച്ച് വിളിച്ച പോലീസുകാരെ കാണാം. നിങ്ങളുടെ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് തലക്കടിക്കുന്നത് കേട്ടോ. വഴി തടസ്സപ്പെടുത്തരുത്. ഇത് ഹോസ്പിറ്റലാണ്. ഒരുപാട് രോഗികൾ വരുന്നതാണ്. നിങ്ങൾ പിരിഞ്ഞു പോകണം. നിങ്ങൾ വിദ്യാർത്ഥി സംഘടനയാണ്. നിങ്ങൾ പിരിഞ്ഞു പോകണം.
ഇത് ഹോസ്പിറ്റലാണ്. ഇത് ഹോസ്പിറ്റലാണ്. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ പിരിഞ്ഞു പോകണം. നൂറുകണക്കിന് രോഗികൾ അഡ്മിറ്റായ ഹോസ്പിറ്റലിൽ ഗുണ്ടായിസം കഴിക്കാൻ പാടില്ല കേട്ടാ. വളരെ മാനമായിട്ട് പരിപാടി പിന്നെ വിടാക്കുവാണല്ലേ. പോട്ടെ പോട്ടെ അടി ഇറന്ന് വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്കൊന്നും പറയാനില്ല കേട്ടോ. അതുകൊണ്ട് വഴി വെറുതെ വിട്ടേക്കും. അതുതന്നെയാണ് അനുജ പോലീസ് പറയുന്നത്. ആശുപത്രിയുടെ വഴി അത് SFI പ്രവർത്തകർ തടസ്സപ്പെടുത്തി, അതുകൊണ്ടാണ് പോലീസിന് നിയമം കയ്യിലെടുക്കേണ്ടി വന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ SFI പ്രവർത്തകർ ഇവിടെ പറയുന്നൊരു കാര്യം, ഇതുവരെയായിട്ടും അതായത് ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ഇതുവരെയായിട്ടും പോലീസ് FIR ഇടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു.